Hello, hi everyone, welcome to J Family. So today is 8th of November and now it's almost 7 p.m. So this is very special video, and today is a very special day and it's very close to my heart because ഇതേ ദിവസം ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം ഒരു വർഷം മുന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടന്നൊരു ദിവസമാണ് ഇന്ന്. ബിക്കോസ് നാളെ ലിറ്റിൽ ജെയുടെ ബർത്ത്ഡേ ആണ്. ദാറ്റ് ഈസ് ഒരു വർഷം മുൻപ് 9th of November മോർണിംഗ് 8:33 AM ആണ് ലിറ്റിൽ ജെ ജനിച്ചത്. സോ കറക്റ്റ് ഈ ഒരു വർഷം മുൻപ് ഇതേ ദിവസം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത, ബിക്കോസ് ഒബ്വിയസ്ലി ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ ആദ്യമായിട്ട് അമ്മയാവുന്നൊരു അനുഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി റെയർ. സോ നമുക്ക് പിന്നീട് കുട്ടികളുണ്ടാകുന്ന സമയത്ത് അതേ ഫീലിംഗ് തന്നെയാണ്, പക്ഷെ നമുക്കത് ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ബിക്കോസ് ദിസ് ഇസ് റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സോ ഇത് വിറ്റ്നസ് ചെയ്ത രണ്ട് മഹത് വ്യക്തികൾ ഇവിടെയുണ്ട്. ബിക്കോസ് എന്നെക്കാട്ടിലും കൂടുതൽ അവർക്കായിരിക്കും ബാക്ക് സൈഡിലൊക്കെ എന്തൊക്കെ നടന്നെന്നൊക്കെ പറയാൻ പറ്റുക. അപ്പോൾ ലെറ്റ്സ് വെൽക്കം രേവതി നെയ്തിലത്ത് ആൻഡ് നന്ദിനി നെയ്തിലത്ത്. ഹലോ. എന്നെ നന്ദുവിന്റെ അപ്പുറത്ത് നിറയെ സ്ഥലമുണ്ട്. സോ ഞാനിങ്ങനെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയായിരുന്നു. കാരണം ഒരുപാട് ഫോട്ടോസ് നമ്മൾ എടുത്ത് കൂട്ടുന്നുമുണ്ട്. ഫോൺ ഗാലറിയിൽ നമുക്കൊരു സാധനം കിട്ടണമെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമുക്ക് കുറേ ടൈം വേണം. അപ്പം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതേ ദിവസം ഞാൻ പാടിയ ഒരു പാട്ടിൻ്റെ വീഡിയോ ആണ് വൈകുന്നേരം ഞാൻ എടുത്തിരിക്കണേ. കാണിച്ചു തരാം. അത് നമ്മൾക്ക് ഇവിടെ ഓക്കെ. അപ്പോൾ ആ സമയത്ത് നവരാത്രി ടൈമായിരുന്നു. പിന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ ഒരുപാട് പാട്ടും പാടാറുണ്ട്, ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. ഒരുപാട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. 5 months 7 months ഒക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട് ഒരുപാട്. ഞാൻ ആകെ തടിച്ച് ഭയങ്കര ഒരു കുറവാണ്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കേട്ടോ. ഇതാണ് വീഡിയോ. ഇത് ഞാൻ അവിടെ പ്ലേ ചെയ്തേക്കാൻ ഇടാം. ഞാൻ ഭയങ്കര തടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ലിറ്ററലി ഭയങ്കര തടിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒന്നാമത് നല്ലോണം കറുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫെയർനെസ് ഒക്കെ ഭയങ്കര ഡിമ്മായിരുന്നു. കാരണം ഞാൻ അയോൺ ടാബ്ലറ്റ്സ് ഒക്കെ ഒരുപാട് കഴിച്ചിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നു. ഭയങ്കര കറുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആളെ കണ്ടിട്ട് കോമഡി ആയിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് നന്ദു വാസ് നോട്ട് ഹിയർ. നന്ദു ഇവിടെ ഉണ്ടായില്ല, അവൾ കോളേജിലായിരുന്നു. കറക്റ്റ്. അവൾക്ക് റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ക്യാമ്പിലായിരുന്നു. രേവ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ജീജുവിന്റെ ബർത്ത്ഡേ മീൻസ് മിസ്റ്റർ ജെയുടെ ബർത്ത്ഡേ വന്നിട്ട് November 1st അപ്പൊ ഞങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് November 8th, അതായത് ഇന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവൻ എന്തായാലും അത് കുറേ പേര് നമ്മൾ കേൾക്കാറുണ്ട്, ഇങ്ങനെ നേരത്തെ ആയി വൈകി അങ്ങനെ പറഞ്ഞ് ഡേറ്റിനേക്കാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഡ് ആവുന്നൊക്കെ. നമ്മൾക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു November 1st അച്ഛൻ്റെയും കുട്ടിനെയും ബർത്ത്ഡേ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റും. ഭയങ്കര എക്സൈറ്റ്. അപ്പൊ ഞങ്ങള് ജീജു November 1st തന്നെ ഇവിടെ എത്തി. അവര് എന്തായാലും ആ ഒരു 1 weekനുള്ളിൽ എന്തായാലും പെയിൻ വരും, ഡെലിവറി ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മയും ഉഷാമ്മയും സുത്തുപ്പിയും കൂടിയിട്ട് November 1st തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പൊ വരുമ്പോ നമ്മളിവിടെ കേക്കൊക്കെ വെച്ച് ഭയങ്കര സെലിബ്രേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു അപ്പൊ അന്നെങ്ങാനും വേദന വരുമോ, കുഞ്ഞുദിവസം വേദനയ്ക്കുണ്ടോ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തെയും ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ജെന്യൂൻ ആയിട്ട് അന്ന് വേദന വരണേന്ന് വരെ ഞാൻ സത്യമായിട്ട് ആഗ്രഹിച്ചു. കാരണം ഞങ്ങള് രണ്ടുപേരും ലൈക്ക് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരേ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് റിയലി അടിപൊളി സംഭവമല്ലേ. അപ്പൊ നോക്കിയപ്പോ 1ാം തീയതി ഇല്ല. ജീജുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. നമുക്കൊരു ഗസ് ഉണ്ടായിരുന്നു ബോയ് ആയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും ബോയ് ആയിരിക്കും പറയുമ്പോ അതൊക്കെ വെച്ച് നോക്കിട്ട് പോസ്റ്റീരിയർ ആണ് ആന്റീരിയർ ആണ് നോക്കിട്ടൊക്കെ. അതേ ജനിച്ച സമയത്ത് അല്ല സോറി ഞാൻ ഡെലിവറി ആണ് മീൻസ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് കുറെ പേര് പറഞ്ഞു ഈ ജാപ്പനീസ് കലണ്ടർ അതുപോലെ തന്നെ ഈ റിപ്പോർട്ടില് പറയാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു ഗസ് ഒക്കെ ഉണ്ടായിരുന്നു ബോയ് ആയിരിക്കും. അപ്പൊ ബോയ് ആണെന്നുണ്ടെങ്കിൽ ബോയ് ആണെങ്കിൽ മോസ്റ്റ്ലി ഇങ്ങനെ പഴമക്കാരൊക്കെ പറയാറുണ്ട് ഡേറ്റിനേക്കാളും മുൻപേ പ്രസവിക്കും.
അപ്പൊ അങ്ങനെ വെച്ചാൽ നമ്മൾക്ക് ശരിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നേരത്തെ ആവും എന്ന് പറഞ്ഞിട്ട്. ബോയ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ 100% ബോയ് ആണ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം എനിക്കും ജീജുവിനും ഒരു ഗേൾ നെയിം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു അയ്യോ ഗേൾ ആവണേ. കാരണം ആ പേരിടാൻ കൊതിച്ചിട്ടായിരുന്നു. അത്രയും ഇഷ്ടപ്പെട്ടൊരു പേര് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരെ അവൻ ജനിച്ച മൊമെന്റിൽ പോലും മനസ്സിലാകും പെണ്ണായിരിക്കണേ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ആ പേരിനോടുള്ളൊരു ഇഷ്ടം കാരണമാണ്. കാരണം ഞങ്ങൾക്ക് ജയ് വെച്ച് വേണമെന്നുണ്ടായിരുന്നു. കസിൻസ് ഡെയിലി കസിൻസ് വന്ന് ഇങ്ങനെ പേരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം. ജഗത്തുള്ള പേര് കണ്ടുപിടിച്ചത് അങ്ങനെ നവംബർ 1 കഴിഞ്ഞു. പെയിനൊന്നും വന്നില്ല. അപ്പോൾ മിസ്റ്റർ ജെ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 വീക്കിന് ലീവ് എടുത്തിട്ടാണ് വന്നത്. അതായത് എന്തായാലും ഡേറ്റിന് മുൻപ് ആവുമല്ലോ, അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇരിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിലാണ് വന്നത്. അങ്ങനെ വന്ന് നവംബർ 1 കുഴപ്പമൊന്നുമില്ല, നവംബർ 2 കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിന്റെയൊക്കെ സമയത്ത് എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വൈറ്റ് ഹാറ്റില്. അപ്പൊ എനിക്ക് ലാപ്ടോപ്പിൽ എപ്പോഴും ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ക്ലാസ്സസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇവൻ വയറ്റിലുള്ളപ്പോഴും ഇപ്പോഴും എനിക്ക് അവൻ കാരണം എൻ്റെ വർക്കിന് ഇതുവരെ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ബിക്കോസ് ഹി വാസ് വെരി മച്ച് കോപ്പറേറ്റീവ്. എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്, അഡ്മയർ ചെയ്യാറുണ്ട്. അയ്യോ അവൻ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. അതായത് വയറിലുള്ള സമയത്തും എല്ലാവരും പറയാറുണ്ട് അയ്യോ ഡേറ്റ് ആവാറായില്ലേ, ലീവ് എടുക്കണില്ലേ, മീൻസ് കുറച്ച് അടങ്ങിയിരിക്കേണ്ടേ, അല്ലെങ്കിൽ പ്രശ്നമാവും, ഡെലിവറി കുറച്ചുകൂടി ഇതാവും, അങ്ങനെ ഇങ്ങനെ കുറേ പേര് പറയാറുണ്ട്. അപ്പം ഞാൻ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3-ാം തീയതി കഴിഞ്ഞു, 4-ാം തീയതി കഴിഞ്ഞു, 5-ാം തീയതി കഴിഞ്ഞു, 6-ാം തീയതി കഴിഞ്ഞു, 7-ാം തീയതി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത് എന്താണിത് അങ്ങനെയായി. അങ്ങനെ ഇന്ന് 8-ാം തീയതിയാണ്. അപ്പം ഇന്നാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ്. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ എന്തായാലും ലീവ് ആക്കിക്കോളാൻ. അല്ല, ലീവ് ആക്കിയില്ല നമ്മള്. ഞാൻ ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലീവിന് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണെന്ന് എല്ലാം ഞാൻ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴാണ് പെട്ടെന്ന് പെയിൻ വന്ന് ഓടേണ്ടി വരിക എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എന്തായാലും ലീവിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ നെക്സ്റ്റ് ക്ലാസ്സസ് എല്ലാം വേഗം ക്യാൻസൽ ചെയ്യുക, ലീവ് അപ്ലൈ ആക്കുക. ഞാൻ എന്താ വിചാരിച്ചു കഴിഞ്ഞാല് ഈ ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ ലീവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ 8th വരെ നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ വെറുതെ ഡേയ്സ് പോവും. അതിന് മുമ്പ് നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ പെയിൻ ആണ് പറഞ്ഞ് പോയി മടങ്ങി വരേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അതായത് നമ്മൾ എപ്പോഴാണോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലീവിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ രാവിലെ എനിക്ക് ക്ലാസ്സസ് ഉണ്ടാവാത്തൊരു സമയം, എനിക്ക് അപ്പോഴും കുഴപ്പമില്ല കേട്ടോ. ഇന്ന് 8 നവംബർ ആയിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഡോക്ടർക്ക് പോയി. ഇപ്പം ഡോക്ടറെ കണ്ടില്ല എന്ന് തോന്നുന്നു, ഇല്ല രാവിലെ പോയി. ഇപ്പം ഡോക്ടറെ കണ്ടില്ല. അപ്പം നേഴ്സ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇല്ല കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്നാണ് ഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ പെയിന് വരികയാണെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞിട്ട്, ഡോക്ടർ പറഞ്ഞു വൈകുന്നേരം വന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, ഈവനിങ് വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പൊ സത്യമായിട്ടും അന്ന് എല്ലാരും പറയും, അന്നിങ്ങനെ ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാരും പറയും ഇതൊന്നും കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോവും, ഇതൊന്നും പ്രശ്നമില്ല. പക്ഷെ സത്യമാണെന്ന് ഇപ്പൊ തോന്നുന്നു, മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പൊ നേഴ്സ് പറഞ്ഞു ഉച്ചയ്ക്ക് വന്നിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് അഡ്മിറ്റ് ആയാൽ മതിയെന്ന്, കാരണം ഡ്യൂ ഡേറ്റ് ആണല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്നാ പോവാണ്, കാരണം വീട് അടുത്ത് തന്നെയാണ്, പെയിന് വരികയാണെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സീനാക്കിയിട്ട് ഇറങ്ങി. പിന്നെ വൈകിട്ട് അതിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ഉച്ചത്തെ ക്ലാസ്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന്. ഇല്ല, അന്നാണ് ഞാൻ ക്ലാസ് എടുത്തത്. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ക്ലാസ് എടുത്ത് അപ്പോൾ മിസ്റ്റർ ജി ചോദിച്ചു അല്ല പോവല്ലേ, ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരുന്നാൽ മതി, ഒന്ന് 8th ഡ്യൂ ഡേറ്റ് ആണെന്ന്, പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ശരി എന്നാ. അപ്പോൾ 1 മണിയുടെ ക്ലാസ് എടുത്ത ശേഷം ഞാൻ ലാപ്പൊക്കെ ഓഫ് ചെയ്ത് എല്ലാം ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തു, കാരണം ഞാൻ തന്നെ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ 1 മണിയുടെ ക്ലാസ് 1 to 2 എടുത്തിട്ട് ഞാൻ എല്ലാം ക്യാൻസൽ ചെയ്ത് ഡോക്ടറെ വിളിച്ചിട്ട് ഞങ്ങൾ പോയി. എന്നിട്ട് പിന്നെയും തിരിച്ചു വന്നു നമ്മള്. എന്നിട്ട് രാത്രി പോയിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ആവുന്നത്. 6-7 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങള് പോയിട്ട് അഡ്മിറ്റ് ആവുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ കൊറോണ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. കാരണം ഓൾറെഡി ജീജുവും ഉഷാന്റിയും അവിടെ നിന്ന് തന്നെ RT-PCR എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ RT-PCR എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ആക്ച്വലി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RT-PCR എടുത്തിട്ടുണ്ടായിരുന്നത്.
ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പേഷ്യൻ്റെ കൂടെ അകത്തേക്ക് ആര് പോവുകയാണെങ്കിലും അവർ മുടി എടുക്കണം. നിന്റെ ആർട്ടിഫിഷ്യൽ എടുക്കാൻ പോയത് അത് അയ്യോ സെറ്റ് കഥയാണ്. നമ്മളുടെ നമുക്ക് പെട്ടെന്ന് ഒരു സമയത്ത് പെയിൻ വന്നപ്പോൾ ആർട്ടിഫിഷ്യൽ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് പെയിൻ വരുമെന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ആർട്ടിഫിഷ്യൽ ഉണ്ടെങ്കിലേ പ്രസവിക്കാൻ അവിടെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു എന്താണ് ക്ലിനിക് അല്ലേ പറയാം, ലാബിൽ പോയിട്ട് നമ്മളിങ്ങനെ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫുൾ ഇങ്ങനെ വയറൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അവര് പറഞ്ഞു ഇപ്പൊ എടുത്ത് നല്ല ഒരു 1 week before ആണ്, ഒക്ടോബർ ലാസ്റ്റ് 31st ഒക്കെയാണ്. ആ സമയത്താണ് നമ്മൾ പ്രസവിക്കും നാളെ എന്തായാലും. ആ ടൈമിൽ എന്നിട്ട് നമ്മളിങ്ങനെ പോകുമ്പോ രാവിലെ തന്നെ 8 മണിക്ക് തന്നെ പോയിട്ടാ. അപ്പൊ തന്നെ റോഡ് വരെ ക്യൂ ഉണ്ട്. എന്നുവെച്ചാൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ട് ആർട്ടിഫിഷ്യൽ എടുക്കണേ. പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്നവര്, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, എല്ലാ ആൾക്കാരും എന്ത് പർപ്പസിനാണെങ്കിലും ആർട്ടിഫിഷ്യലിനുള്ള ആൾക്കാർ ഫുൾ അവിടെ ഉള്ളത്. അതിൻ്റെ എല്ലാ ഹോസ്പിറ്റൽസിനും അവിടേക്കാണ് സജസ്റ്റ് ചെയ്യണത്. അപ്പോൾ വലിയ ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്രയും വലിയ ക്യൂ ഒക്കെ നിൽക്കണ്ടേ ഈശ്വരാന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ അവിടെ പോയിട്ട് പെയിനുണ്ട് ആൾക്ക്, വേഗം പോയിട്ട് അഡ്മിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ രേവു വന്നിട്ട് ഞാൻ ജസ്റ്റ് പേ ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മളിങ്ങനെ ഫോം ഫില്ല് ചെയ്തിട്ട് കാശ് പേ ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് അവരിങ്ങനെ ചോദിച്ചു ആരാണ് പേഷ്യൻ്റ് ആരാ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല, ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്, 10 months ആയി, എന്താണ് പെട്ടെന്ന് പെയിൻ വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്താ സൈഡിൽ തന്നെ ഇരുന്നോളൂ, നമ്മൾ വേഗം കയറ്റി വിടാം, ക്യൂ വന്ന് നിൽക്കണം. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രേവു വന്നിട്ട് പറഞ്ഞു ചാച്ചി ഇങ്ങനെ പണ്ടിട്ടുണ്ട് വേദനയാണെന്നൊക്കെ പണ്ടിട്ടുണ്ട്, നീ ഒന്ന് അഭിനയിക്കണം. അപ്പൊ ആരോടാ അഭിനയിക്കാൻ? പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഞാൻ എണീറ്റതൊക്കെ അങ്ങനെ എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞങ്ങള് 10 മിനിറ്റ് കാര്യം കിളിപോയ സംബന്ധിച്ച എനിക്ക് ഇപ്പത്തിരിക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയും പ്രഗ്നന്റ്. ആ ചേച്ചി ഇങ്ങനെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വേദനിച്ച് ഇങ്ങനെ അഭിനയിക്കില്ല. അപ്പൊ ചേച്ചി ചോദിച്ചു എപ്പോഴാ, എന്താ ഡേറ്റ് എപ്പോഴാ, ഇന്നാണോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നൊക്കെ പറഞ്ഞു. എനിക്കില്ല അറിയില്ല, ഇനി ഒരാഴ്ച ഉണ്ട്. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇങ്ങനെ കൂളായിരിക്കുന്നുണ്ട്, അപ്പൊ എപ്പോഴാണ്? ഇന്ന് വേദന പോയി അഡ്മിറ്റ് ആവണം, സിസേറിയനാണ്. ഞാൻ അയ്യോ വിറ്റ് സീനായിരുന്നു. എന്നിട്ട് പിന്നെ ശരി എന്തായാലും അഭിനയിച്ചു തുടങ്ങി. പിന്നെ നമ്മള് 10 മിനിറ്റിൽ ആർട്ടിഫിഷ്യൽ എടുത്തിട്ട് വന്നു. അങ്ങനെ നമ്മൾ രാത്രി അഡ്മിറ്റ് ആയി. അപ്പൊ അഡ്മിറ്റ് ആയപ്പോ ആകെ 2 പേര് കൂടെ നിൽക്കാൻ പാടുള്ളൂ. കാരണം അത്രയും ഒന്നാമത് ആ ഹോസ്പിറ്റൽ ഞാൻ ജനിച്ച ഹോസ്പിറ്റലാണ് കേട്ടോ, അതും ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു ഹോസ്പിറ്റലായിട്ടുണ്ട്. കാരണം കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് ഞാൻ ഈവൻ ജഗത്ത് ജനിക്കുന്നത്, പാലക്കാട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. അതിന്റെ പണ്ടത്തെ പേര് ശ്രീകൃഷ്ണ ഹോസ്പിറ്റൽ, ശ്രീകൃഷ്ണ ഹോസ്പിറ്റലിനായിരുന്നു. അപ്പൊ അവിടെയാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റും ഉണ്ട്. പ്ലസ് മിസ്റ്റർ ജെയുടെ ബേർത്ത് മന്ത് ആണ് നവംബർ. അപ്പൊ ഞങ്ങൾക്ക് ഈ 2 കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ജീജുവിന്റെ ബർത്ത്ഡേ ദിവസം ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്നും കൂടി ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇവര് പറഞ്ഞു 2 പേരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു 2 പേരെ പറ്റുള്ളൂ. വേറെ ആരും ഹോസ്പിറ്റലിൽ കോമ്പൗണ്ട് അകത്തല്ല, ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വേറെ ആരും കടത്തില്ല. ബിൽഡിങ്ങിന്റെ അകത്തേക്ക് തന്നെ കയറ്റില്ല. അത് കുട്ടീനെ കാണാൻ പോലും, കുട്ടിയുടെ അച്ഛനെ കാണണമെങ്കിൽ പോലും അത് അവര് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടേ കാണിച്ചില്ല. അത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഷ്യന്റ് 2 ആൾക്കാർ കൂടെ, അത് ആര് വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ വിചാരിച്ചു ജീജു നിൽക്കണേക്കാളും ജീജുവിന് പറഞ്ഞ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങനെ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ട ഒരു ശുശ്രൂഷ ഉണ്ടല്ലോ, അത് നമുക്ക് കൂടുതലും അമ്മമാര് 2 പേരും ഉണ്ടെങ്കിൽ എനിക്കത് അത്രയും ഇതായിട്ട് വെക്കാം. അതെ, അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മള് ആർട്ടിഫിഷ്യർ വേണോന്ന് പറഞ്ഞു. അപ്പോൾ ഉഷാന്റെ ഓൾറെഡി ആർട്ടിഫിഷ്യൽ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്ന് എടുത്തതല്ലേ, അത് വാലിഡ് അല്ല. അങ്ങനെ നമ്മള് പിന്നെയും അവർക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക, ഇവര് പോയി അപ്പോഴേക്കും എന്റെ കാര്യങ്ങളൊക്കെ അവർ ഓരോന്ന് ചെയ്തു തുടങ്ങി. അങ്ങനെയൊക്കെ ആയി. പിന്നെ അപ്പൊ മിസ്റ്റർ ജെയ്ക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 1 week ലീവ് കഴിഞ്ഞു. പ്ലസ് അവർ അതിനുള്ളിൽ കേട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് കുട്ടീനെ എന്നെയും കാണാൻ പറ്റുള്ളൂ. സോ ഹി വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഗോൺ. പക്ഷെ എന്നാലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താണ് അപ്പൊ രാത്രിയൊക്കെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇവര് രാത്രി സമയമാണ്, നമ്മള് രാത്രി 12-1 മണിയൊക്കെ ആയ സമയം വെളിയിൽ ഇങ്ങനെ രാത്രി നിൽക്കുമ്പോ എന്താണ് നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക. കുറെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കുക എന്തായി. അപ്പൊ ഒരു ഏകദേശം ഒരു 9-10 മണിയൊക്കെ ആയപ്പോ അവര് എന്താ പറയാ
പെയിനുള്ളതൊക്കെ കൊടുത്തു. അങ്ങനെ പെയിൻ ഇടയ്ക്ക് ഇങ്ങനെ വരും പോവും അങ്ങനെ അതൊക്കെ പറയുന്നൊക്കെ അങ്ങനെ ഒരു 9 മണി സമയത്ത് ഇല്ല. അപ്പോഴേക്കും അവർ എന്റെ ക്ലീനിങ്സ് അതൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്റെ ഇടയ്ക്ക് റൂമിൽ പോയിരിക്കും. റൂമൊക്കെ കൊടുത്തു ഇവർക്ക്, അതൊക്കെ പറഞ്ഞു. റൂമൊക്കെ കൊടുത്തു, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് റൂം കിട്ടിയിട്ടുണ്ട്, നമ്മള് റൂമിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇവര് വീട്ടിലേക്ക് പോകില്ല. പറഞ്ഞു പൊക്കോ, വീട്ടിലേക്ക് പൊക്കോ, വിളിച്ച് പറയാം, കുഴപ്പമില്ല. നമ്മുടെ വീട് അടുത്ത് തന്നെയാണ്, നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം. പക്ഷെ ആ സമയത്ത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചിന്തിക്കാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ പോയതും ഇവിടെ പ്രസവിച്ചു അങ്ങനെ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ടൈം അറിയില്ല എപ്പോഴാണ് ഈ സമയത്ത് അവിടെ ലെഫ്റ്റ് റൈറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് ഇങ്ങനെ പെയിനൊക്കെ തന്ന് അപ്പൊ മോർണിംഗ് ഒരു 2-3 മണിയൊക്കെ എന്നിട്ട് രാത്രി ആയപ്പോ ഞാനും ചേച്ചിയും ഒരു ഏകദേശം 11-12 ആയപ്പോ ഞങ്ങൾ തിരിച്ചു വന്നു, വീട്ടിലേക്ക് വന്നു. വീട്ടിൽ അമ്മമ്മ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ വീട്ടിൽ അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മ ഒറ്റയ്ക്കായിരുന്നു. നമ്മൾ വെച്ചു ഇവിടെ വന്ന് ഇരുന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ വേഗം പോവാ, ഇല്ലെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് പോവാ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഒരു സമാധാനമില്ല, നമുക്ക് ഇങ്ങനെ ഉറക്കൊന്നും വരുന്നില്ല, ഫുൾ എക്സൈറ്റ്മെന്റ്, കട്ടൊക്കെ ഇങ്ങനെ അഡ്രിനാലിക്ക് ഇങ്ങനെ കൂടി. എനിക്ക് പെയിന് വന്നിട്ടില്ല ഇതുവരെ, എനിക്ക് പെയിൻ ഇല്ല. പിന്നെ അവരെനിക്ക് പെയിൻ ഉള്ളതൊക്കെ തന്നു. അങ്ങനെ ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ലേബർ പെയിൻ മീൻസ് പെയിന് വരാൻ തുടങ്ങി. ലേബർ പെയിൻ അല്ല, പെയിന് വരാൻ തുടങ്ങി. മുകളിലായിരുന്നു. അപ്പൊ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരിക, ചോദിക്കുക ഇങ്ങനെ സമയമായോ പെയിൻ. അപ്പൊ അവരെന്നെ ചെക്ക് ചെയ്യും, എന്നിട്ട് ഇല്ല ആയിട്ടില്ല പറയും. അപ്പോഴേക്കും എനിക്ക് അയ്യോ ഞാനൊക്കെ ഫുൾ ഔട്ടായി കേട്ടോ. കാരണം എൻ്റെ അടുത്ത് എങ്ങനെ ഓൾറെഡി എല്ലാവരും പറയായിരുന്നു ധൈര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, കരയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഭയങ്കര മെന്റലി ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ രാവിലെ ആയി ഒരു 6-7 മണിയാകുമ്പോഴേക്കും ഐ സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. അപ്പോഴും അവരുടെ അടുത്ത് പോയാലും അവർ പറയാ ഇല്ല ആയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു, എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും. ഒരു മോർണിംഗ് 5 o'clock 4 o'clock എണീറ്റു. എന്നിട്ട് പിന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഇവിടുന്ന് കാപ്പിയൊക്കെ എടുത്തിട്ടൊക്കെ പോയത്. എന്നിട്ട് കാപ്പി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി. അങ്ങനെ അമ്മമ്മ പാവ എണീറ്റൊക്കെ ചെയ്ത് തന്ന് അങ്ങനെ നമ്മളതൊക്കെ എടുത്ത് കൊണ്ടുപോയി. അവിടെ അവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കണം. അവർ രാത്രിയൊക്കെ ഉറങ്ങാണ്ടിരിക്കുകയാണല്ലോ 2 അമ്മമാരും. അപ്പോൾ അവർക്ക് കാപ്പിയൊക്കെ കൊടുത്ത് അതൊക്കെ നമ്മൾ അവിടെ രാവിലെ തന്നെ പോയി നമ്മൾ അവിടെ അപ്പോഴും നിൽക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ കഥയുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് പോകും. നിന്റെ 8 മണിയായില്ലേ അപ്പോഴേക്കും, ഞാൻ 4 മണിയുടെ കാര്യമല്ലേ പറയണത്. ശരി. അപ്പോ അങ്ങനെ ഞങ്ങൾക്ക് ആ സമയത്ത് പൂര ഉറക്കണ്ടിരിച്ചില്ല, ഇതൊന്നും അറിയണം. അങ്ങനെ 8 മണിയൊക്കെ 8 ആയില്ല, 7-7:30 ആകുമ്പോഴേക്കും എനിക്ക് ഛർദ്ദി. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഡെലിവറി ആവുന്ന സമയത്ത് എല്ലാവരും പറയും ഉറങ്ങരുത് ഉച്ച നേരത്ത് കിടന്നിട്ട്. അപ്പൊ ആ സമയത്ത് ഉറക്കം വരുന്നുള്ളത് സത്യമാണ്. ഞാൻ ഉറങ്ങി. കാരണം എനിക്ക് അങ്ങനെ എനിക്ക് ലേബർ പെയിൻ വരിക, ഛർദിക്കുക, പെയിന് വരിക, ഉറങ്ങുക, ഇതായിരുന്നു. ഇത് സത്യമാണ്. അല്ലെങ്കിൽ ആ ടൈമിൽ ഞാൻ ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ എന്നിട്ട് ഞാൻ ഈ 2 അമ്മമാരോട് കാല് പിടിച്ച് പറഞ്ഞു എനിക്ക് സിസേറിയൻ ചെയ്യിപ്പിക്കുക, എനിക്ക് സഹിക്കാൻ വയ്യ, പ്ലീസ് ആരെങ്കിലും ഒന്ന് പറയ്ക്ക് സിസേറിയൻ ചെയ്യാൻ വേണ്ടിട്ട്. കാരണം ആ സമയത്ത് ആ പെയിനിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇതായാൽ മതിയായിരുന്നു, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമാണ്. അപ്പോൾ അയ്യോ 2 അമ്മമാർക്ക് ഞാൻ കാല് 2 പേരും അയ്യോ ചാന്നുമാ സാരില്ലടാ സാരി പറഞ്ഞിട്ടേ എങ്ങനെ ഇരുത്തിച്ചു. ഉള്ളിൽ കിട്ടണ പണി നിനക്ക് അങ്ങനെ അങ്ങനെ 7:30 ഒക്കെ ആയപ്പോൾ അവരെന്നെ ലേബർ റൂം കൊണ്ടുപോയി. പിന്നെ അങ്ങനെ 8:33 അപ്പൊ പ്രസവിച്ചിട്ട് ഇങ്ങനെ അവർ കൊണ്ടുവരും പറയല്ലോ ഇങ്ങനെ ആൺകുട്ടിയാണ്. അപ്പൊ അതിനു മുൻപ് ഇവര് കുട്ടീനെ നേഴ്സുമാര് കണ്ടപ്പോൾ തന്നെ അവർ ആദ്യം പറഞ്ഞത് നോക്കൂ ചാന്ദിന്റെ കുട്ടിക്ക് നുണക്കുഴി ഉണ്ട് കേട്ടോ എന്നാ പറഞ്ഞത്. ഈ ഡിംപിൾസ് ഇങ്ങനെ ഉണ്ട് നോക്കൂ. അതാണ് ഞാൻ ആദ്യം കേൾക്കണത്. അതായത് ലിറ്റിൽ ജെയിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. ഞാൻ അവനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നോക്കൂ ചാന്ദിൻ്റെ കുട്ടിക്ക് ഡോക്ടറെ നോക്കൂ ചാന്ദിൻ്റെ കുട്ടിക്ക് നുണക്കുഴി ഉണ്ട് കേട്ടോ നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സിസ്റ്റർ എല്ലാവരും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ് അയ്യോ എനിക്ക് നുണക്കുഴി ഉണ്ട്, അമ്മയ്ക്ക് നുണക്കുഴി ഉണ്ട്. അപ്പോൾ അതൊക്കെ അവനെ കിട്ടിയിട്ടുണ്ടോ, അവനാണോ അവളാണോ, അപ്പോഴും അയ്യോ പെൺകുട്ടി അവിടെ. കാരണം ആ പേരിടണം അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് ആൺകുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല, ഇപ്പം അങ്ങനെയൊന്നുമില്ല.
അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ സിസ്റ്റർ പറഞ്ഞു എന്തോ ഇതാണ് കേട്ടോ മോനാണ് കേട്ടോ ജാനി എന്നിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പം ഞാൻ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് എന്താ റിയാക്ഷൻ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടീനെ കാണാൻ മമ്മര് കരയും, എല്ലാ വേദനയും മറക്കുന്നു. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കരഞ്ഞതൊന്നുമില്ല, അങ്ങനെ ഞാൻ ഇമോഷണലി അങ്ങനെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. നല്ല വേദന എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ. അങ്ങനെ 8:33 ജഗത് സി ജിനീഷ് ജനിക്കുന്നത്. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞ് പിന്നെ അമ്മയൊക്കെ പുറത്ത് വന്നിങ്ങനെ അവിടെ ഒരു കോമഡി ഉണ്ട്. വേഗം ഫോൺ വിളിച്ച് കുട്ടി കാണിച്ചെടുത്തു. അമ്മയ്ക്ക് അതിന് നഴ്സുമാര് വന്നിട്ട് ആക്ച്വലി പുറത്തിങ്ങനെ കൊണ്ടുവന്ന് കുട്ടീനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. കാണിച്ചു കൊടുത്ത് അവർ പിന്നെ തിരിച്ച് അതേപോലെ എടുത്തിട്ട് പോകും. അവര് കുട്ടീനെ അകത്ത് കൊണ്ടേ വെക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുപോലെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഇതാണ് കുട്ടി എന്ന് പറഞ്ഞ് കുട്ടീനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ കുട്ടീനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നിട്ട് ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ ചാന്ദിന്റെ കുട്ടി പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ അമ്മയുടെ കൈ കൊടുത്തു. അല്ല അങ്ങനെയല്ല, കള്ളി കുളമാക്കരുത്. അപ്പൊ ഉഷാമ്മയുണ്ട്, ജ്യോതിഷി ഉണ്ട്. അപ്പൊ ഉഷാമ്മ വന്നിട്ട് ഓക്കെ ചാനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, കുഴപ്പം അപ്പൊ ഇല്ലല്ലേ കുഴപ്പമില്ല നല്ലോണം എന്നൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ചോദിച്ചു. അപ്പൊ ജ്യോതിഷി അവിടെ നിന്ന് വന്നിട്ട് സിസ്റ്റർ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കുട്ടീനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ജ്യോതിഷി വന്ന് കുട്ടീനെ എടുത്തിട്ട് പോയി അവിടെ ഇരുന്നിട്ട് നമ്മുടെ കുട്ടുമനി കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ. അപ്പൊ സിസ്റ്റർ അയ്യോ ഇത് എന്താണ് ഈ കാണിക്കുന്നത്, ധൈര്യം ഒന്ന് കൂട്ടിക്കൊണ്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ചിരിയായിരുന്നു എല്ലാവരും അവിടെയുള്ള എല്ലാം. കാരണം അമ്മ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പൊ എന്താവുന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കുട്ടിയെ കണ്ടപ്പോ അങ്ങനെ എടുത്തിട്ട് പോയി. അപ്പൊ പിന്നെ സിസ്റ്റർ വന്ന് കുട്ടീനെ വാങ്ങിക്കൊണ്ട് പോയി. കാരണം അവരത് ക്ലീൻ ഒക്കെ ചെയ്ത് പാലൊക്കെ കൊടുത്തിട്ടൊക്കെ അല്ലേ. പിന്നെ എല്ലാം കുറച്ചു നേരം ഇരുത്തി. പിന്നെ ഒന്നാമത് കൊറോണ ആയതുകൊണ്ട് അവരും ഭയങ്കര ആയിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയത്. കാരണം സെക്കൻഡ് ഡേയിൽ ഇവന് മഞ്ഞ കണ്ട കാരണം അത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളെയും അവരിപ്പോൾ അങ്ങനെ ഇരുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ 3rd ഡേ എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ആവണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് ഈ പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടുവരണം. വീൽ ചെയറിൽ ഞാൻ വീൽ ചെയറിലുണ്ട്, നമുക്ക് നടക്കാൻ അങ്ങനൊന്നും പറ്റില്ല. ആ കൊണ്ടുവരുന്ന സീൻ കാണേണ്ടതായിരുന്നു. ഇങ്ങനെ ഞാനും ചീച്ചും കൂടെ ഇങ്ങനെ, അതായത് ഞങ്ങളിങ്ങനെ താഴെ ഇങ്ങനെ ചുമ്മാ നിൽക്കുക, ഇവിടെ പോകണം അങ്ങനെ നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ ലിഫ്റ്റിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോ അവിടെ ലിഫ്റ്റ് ഓപ്പൺ ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. നീ അല്ല അമ്മയാണ് ഞങ്ങളെ വിളിച്ചത്. ഞാനെ കണ്ടത്. അമ്മ ഞങ്ങളെ താഴെ നല്ല തിരക്കുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ആർക്കും വരാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യാൻ സമയം ലിഫ്റ്റിലേക്ക് പോകാൻ നേരത്ത് ഞാൻ കണ്ടു അവർ താഴെ. അപ്പൊ ഞാൻ പറഞ്ഞു സിസ്റ്റർ അടുത്ത് നോക്കൂ എന്റെ ഭർത്താവും അനിയത്തിയാണ് ഒന്ന് അമ്മ ഉണ്ടായിരുന്നു കൂടെ. അമ്മ വിളിച്ചു, രേവതി കൊണ്ട് വിളിച്ചു. അപ്പൊ ഇവര് താഴെ തന്നെ ഇങ്ങനെ മോളിക്ക് നോക്കി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ തളർന്ന് കിടന്നിട്ട് കൈയൊന്നും ഇങ്ങനെ പൊക്കാൻ പോലെ വേണ്ട അത്രയ്ക്ക് എന്താ പറയാ, ഫുൾ ക്ഷീണിച്ച് മുഖത്ത് ഫുൾ അങ്ങനെ ബ്ലഡേ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ സുത്തിപ്പിടെ മുഖം അപ്പൊ കാണാൻ, കാരണം നമുക്ക് കുട്ടീനെ കാണാൻ പറ്റില്ല. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പൊ ജസ്റ്റ് ലൈക്ക് സുത്തിപ്പിക്കൊക്കെ ശരിക്കും മതി. കാരണം ഡെലിവറിക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് ഇപ്പൊ 1.5 ആഴ്ചയായി, ഇതുവരെ കുട്ടീനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആകെ മൊത്തം ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. പിന്നെ 3ാമത്തെ ദിവസമാണ് നമ്മുടെ ഡെലിവറി ഡിസ്ചാർജ് കൊണ്ടുവരുമ്പോ. അപ്പോഴാണ് ഞാനും ജീജും അത്രയും കാലം ഞങ്ങളിങ്ങനെ വീട്ടിൽ പോവുക, ഫുഡ് കൊണ്ടുവരിക, വെളിയിൽ നിൽക്കുക, ഫുഡ് കൊണ്ടുവരിക, വെളിയിൽ നിൽക്കുക, ഞങ്ങൾ വെളിയിൽ നിൽക്കൽ മാത്രമായിരുന്നു. പിന്നെ താഴ്ന്ന മരുന്നുകളൊക്കെ വാങ്ങി കൊടുക്കുക, അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു ഞാനും ജീജും കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ലിറ്റിൽ ജെ അല്ലെങ്കിൽ കൃഷ്ണ അല്ലെങ്കിൽ ജഗത്ത് ജനിക്കുന്നത്. സോ ടുഡേ ഈസ് റിയലി വെരി 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 സ്പെഷ്യൽ ഡേ. ബിക്കോസ് നാളെ അവൻ ജനിക്കാൻ പോവാണ്. മീൻസ് ജനിച്ചിട്ടുള്ള ഫസ്റ്റ് 1 വർഷം തികയുന്ന ദിവസമാണ്. ഇപ്പോൾ ഭയങ്കര
പിന്നെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം എൻ്റെ വർക്കും എൻ്റെ ഇതിലൊക്കെ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അവൻ അതെനിക്കനുസരിച്ച് കോപ്പറേറ്റ് ചെയ്ത് തരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലിറ്റിൽ ജെ, ഒഫീഷ്യലി വി ലവ് യു കിസ്നു. സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് ജസ്റ്റ് ഷെയറിങ് അവർ ഹാപ്പിനെസ് ടു you all, because now you all are our family, so we thought like we will share this thing. So that's it. Thank you so much. Bye.